CMRL എക്സാലോജിക് ഇടപാടിൽ വീണ ടിക്ക് കുടുക്കായി ശശിധരൻ കർത്തയുടെ മൊഴി. വീണ CMRLന് സേവനം നൽകിയിട്ടില്ലെന്ന് കർത്ത മൊഴി നൽകിയത് 2024 ഏപ്രിൽ 17-ന്. സേവനം നൽകിയിട്ടില്ലെന്ന് സമ്മതിച്ച വീണയും എക്സാലോജിക് നിലനിന്നത് കർത്തയുടെ പണത്തിലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, എന്താണ് വിവരങ്ങൾ? ഹർഷൻ, അതായത് ഈ എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിന് മുന്നോടിയായി അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം. ഈ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളൊക്കെ വിശദമാക്കിയിരിക്കുന്നത്. 2024-ൽ CMRL ഉടമയായിട്ടുള്ള ശശിധരൻ കർത്തയുടെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇയാളുടെ വീട്ടിൽ വെച്ചാണ് ഈ മൊഴി രേഖപ്പെടുത്തിയത്. ആ മൊഴിയിൽ ഇയാൾ പറയുന്നത് സേവനം നൽകിയിട്ടല്ല എക്സാലോജിക്കിന് CMRL കാശ് കൊടുത്തത് എന്നുള്ളൊരു മൊഴിയാണ് നൽകിയിരിക്കുന്നത്. പകരം പിണറായി വിജയൻ, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായിട്ടുള്ള ഒരു അടുപ്പം കൊണ്ട് തന്നെയാണ് ഈ പണം നൽകിയത് എന്നുള്ള ഒരു മൊഴി അദ്ദേഹം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വീണയും ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ മുന്നിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നു. ഒപ്പം മറ്റൊരു കാര്യം, ഇതിൽ വീണയുടെ 16 ലക്ഷത്തോളം രൂപ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടുണ്ട്. കൂടാതെ എക്സാലോജിക്കിന്റെ പണവും കണ്ടുകെട്ടിയിട്ടുണ്ട്. അതിൽ എക്സാലോജിക്കിന്റെ 27,585 രൂപയായിരുന്നു കമ്പനി അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. അത് കണ്ടുകെട്ടിയിട്ടുണ്ട്. കൂടാതെ വീണയുടെ മറ്റൊരു കമ്പനിയായ ലേക്കർ ഇന്ത്യയുടെ 15 ലക്ഷം രൂപയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം പേരിലും കമ്പനികളുടെ പേരിലുമുള്ള വീണയുടെ സ്വത്തുക്കളാണ് അല്ലെങ്കിൽ പണമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചിരിക്കുന്നത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.